Hi friends, welcome back to jaya'srecipes. അപ്പോൾ ഇന്ന് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമുൻ ആണത്. അപ്പോൾ പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു കംപ്ലൈന്റ് ആണ് ഈ ഗുലാബ് ജാമുൻ്റെ ഉള്ളിൽ ആ ജ്യൂസ് ശരിക്കും പോവാതെ അങ്ങനെ നടുവിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ ഉരുണ്ടിരിക്കുന്ന ആ ഒരു ഇത്. അപ്പോൾ ഇത് നോക്കൂ, നല്ല ജ്യൂസി ആയിട്ട് ഉള്ളിലൊക്കെ നല്ല ഷുഗർ സിറപ്പൊക്കെ നല്ല ഉള്ളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമുനാണത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. 1/4 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കുക കേട്ടോ. പഞ്ചസാര ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് വിരലിലിങ്ങനെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടുന്ന പരുവം, അതായത് നൂൽപ്പരുവൊന്നും ആവാൻ പാടില്ല, സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ വിരലുകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഒരു ഒട്ടുന്ന ഒരു പരുവം ആയാൽ മാത്രം മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ഏലക്ക ചതച്ചത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നു. ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ വിരലിലിങ്ങനെ ഒട്ടുന്ന ഒരു പരുവം വേണം, അത്ര വേണ്ടു. കൂടുതലിട്ടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ ക്രിസ്റ്റൽ ഫോം ചെയ്യും, പിന്നെ അത് ശരിയാവില്ല, ജ്യൂസ് ഉള്ളിൽ കയറില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം അതിൻ്റെ അത് പിന്നെ സിറപ്പ് ഉണ്ടാക്കാൻ. ജസ്റ്റ് അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടുന്ന ഒരു പരുവം അത്രേ വേണ്ടു. ഇതിലേക്ക് ഞാൻ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. റോസ് വാട്ടർ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റോസ് വാട്ടർ ഉപയോഗിച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഞാനിപ്പോൾ ഇത് ചേർക്കാതെയും ഉണ്ടാക്കാറുണ്ട്, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇനി അവസാനം ഇതിലേക്ക് ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര്, ഒരു 1/4 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ട് സിറപ്പിലേക്ക് ഇടുന്ന സമയത്ത് സിറപ്പ് നല്ല ചൂടുണ്ടാവണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഇതൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ചേർക്കണം. ബേക്കിംഗ് സോഡയാണ് കേട്ടോ, ബേക്കിംഗ് പൗഡർ അല്ല. അപ്പോൾ അത് 1/8 ടീസ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ 1/8 ആണ്, അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി. അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആ ബേക്കിംഗ് സോഡയും തൈരും കൂടി ആകുമ്പോൾ അതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് പാൽപ്പൊടിയാണ്. 1/2 കപ്പ് ലെവൽ ചെയ്തിട്ട് കേട്ടോ, അങ്ങനെ വടിച്ചിട്ടുള്ള 1/2 കപ്പ് പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മൈദയാണ്. മൈദ ചേർക്കുന്നത് അതിനൊരു ബൈൻഡിങ്ങിനാണ്. പിന്നെ ഒരു ലേശം ഏലക്കാപ്പൊടി ചേർക്കണം, അതിൻ്റെ ഗുലാബ് ജാമിൻ്റെ ഉള്ളിലൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ്. അപ്പോൾ ഏലക്കാപ്പൊടി ചേർത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തു. അപ്പോൾ ഇത്രയേ വേണ്ടു സാധനങ്ങൾ. അപ്പോൾ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിങ്ങനെ വല്ലാതെ ബലം പ്രയോഗിച്ചിട്ട് കുഴക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. നെയ്യ് അല്ലെങ്കിൽ ഓയിൽ എന്തായാലും പുരട്ടിയാൽ മതി. അത് ഇങ്ങനെ കയ്യിൽ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതിനെ ഞാനൊരു ശരിക്കും ഒരു 8 ചെറിയ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. ചെറുതല്ല, ഒരു മീഡിയം സൈസുള്ള ഗുലാബ് ജാമുൻ ഒരു 8 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതൊരു 7 ബോൾസാണ് ഞാനിതൊന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ ഓരോന്നും കയ്യിൽ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മളിത് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക കേട്ടോ. അങ്ങനെ ഓരോന്നും ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇത്രേ വേണ്ടു. വളരെ ഈസിയാണ് ഈ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതെങ്ങാനും ഇത് ഫ്ലെയിം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുലാബ് ജാമുൻ മൊത്തം കരിഞ്ഞു പോവും, ഉള്ളിൽ ആവില്ല. ആ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഗുലാബ് ജാമുൻ എപ്പോഴും നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കിതിപ്പോൾ പരന്ന പേനാച്ചാൽ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് എണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറേ ചൂടുള്ള എണ്ണയിലേക്ക് ഇത് ഇടരുത്.
ഒരു ലൈറ്റ് ചൂടായി വരുമ്പോൾ മാത്രമേ ഈ ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കാവൂ. അല്ലാതെ കുറേ കൂടുതൽ ചൂടുള്ള എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മൊത്തം പുറമെ പെട്ടെന്ന് അങ്ങോട്ട് ഡാർക്ക് ബ്രൗൺ ആവും, ഉള്ളിൽ ഇത് കുക്കാവില്ല. ഇതിനി മെല്ലെ എടുത്തിട്ട് ഇങ്ങനെ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടെങ്കിലും ഇതിങ്ങനെ മെല്ലെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അത്ര അധികം ടൈമൊന്നും എടുക്കില്ല. പെട്ടെന്ന് ഇത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവും. കുറച്ചൊരു പേഷ്യൻസൊക്കെ ഉണ്ടായാൽ മതി. ഇപ്പം ഞാൻ ഈ ഒരു കളറായാൽ മതി. ഒരു ലൈറ്റ് ഗോൾഡൻ കളറ്, ഒരു ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറമെ ബലം വരും. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇട്ടിട്ട് ഫ്രൈ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അത് ആയിരിക്കുന്നു. ഇപ്പോൾ ഞാനിത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം 4 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഒരു 6-7 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് ഉള്ളിൽ കയറും. അപ്പോൾ ഇത് നല്ല ചൂടുള്ള ഷുഗർ സിറപ്പായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴേക്കും ഷുഗർ സിറപ്പ് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് ചൂടാക്കുക. നല്ല ചൂടുള്ള സിറപ്പിലേക്ക് ഇടണം, എന്നാലാണ് ജ്യൂസ് ഉള്ളിലേക്ക് കയറുള്ളൂ. ബാക്കി ആ 4 പിന്നെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിലിട്ട് ഷുഗർ സിറപ്പിൽ ഇട്ടതിൻ്റെ ശേഷമാണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതും ഇതേപോലെ ഞാനിങ്ങനെ ഫ്രൈ ചെയ്യുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കണ്ടില്ലേ? അപ്പോൾ വല്ലാതെ ഓവറായിട്ട് ഫ്രൈ ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയാൽ മാത്രം മതി. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ജ്യൂസ് കിടക്കാൻ ഒരു 5 മുതൽ 10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ജ്യൂസ് കിടക്കും. പെട്ടെന്ന് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ജ്യൂസ് ഉള്ളിലേക്ക് പോവും. പിന്നെ ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ പല ആൾക്കാർക്കുള്ള ഇതാണ്, ഇങ്ങനെ കംപ്ലൈൻ്റാണ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നടുഭാഗം ഇങ്ങനെ നടുവിൽ ഉരുണ്ടിരിക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് ജ്യൂസ് പോവാതെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ ഒട്ടും ഫെയിലാവില്ല. നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു 5-8 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ജ്യൂസൊക്കെ പോവും. പക്ഷെ നമുക്ക് കഴിക്കണമെങ്കിൽ ടേസ്റ്റ് വേണമെങ്കിൽ ഇത് കുറച്ച് നേരം വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് അതിന് എപ്പോഴും ആ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് കാരണം ഞാനിത് ഒരു 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഞാനിത് ഇങ്ങനെ ഇങ്ങനെ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിത് കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനിത് നോക്കുമ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞാനിത് എടുക്കുന്നത് കേട്ടോ. ഇത് അപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ ജ്യൂസൊക്കെ ഉള്ളിൽ കയറും. പക്ഷെ നമുക്ക് കഴിക്കാൻ എപ്പോഴും ടേസ്റ്റ് കുറച്ച് നേരം വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഉള്ളിലൊക്കെ നല്ല ജ്യൂസ് കയറിയിരിക്കുന്നു. നല്ല ജ്യൂസിയാണ്, സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും. ഒട്ടും ഫെയിലാവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ റെസിപ്പി വീണ്ടും കാണാം. താങ്ക്